ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഹോം മെയ്ഡ് ഹെൽത്ത് പൗഡറാണ്. ഇത് മെയിനായിട്ടും ഷുഗർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ഒരാഴ്ചത്തേക്കുള്ള ഒന്ന് തയ്യാറാക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കുക. ഇത് കഴിക്കുന്നത് ഞാൻ എടുക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ഫൈനായിട്ട് കഴുകി നമ്മൾ ഉണക്കിയെടുക്കണം ആദ്യം. അതിനുശേഷം അത് നമ്മൾ പൗഡർ ഫോമിലാക്കിയിട്ട് രാവിലെ വെറും വയറ്റിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ 1/2 സ്പൂണ് പൊടിയെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കണം. മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കുടിച്ചാൽ മതി. അപ്പോൾ ഷുഗറൊക്കെ ഏകദേശം കൺട്രോൾ ആയിക്കോളും. അതിൻ്റെ കൂടെ മെഡിസിൻ നിർത്തുകയൊന്നും ചെയ്യരുത്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഉലുവ 3 സ്പൂൺ, അയമോദകം 1 സ്പൂൺ, കരിഞ്ജീരകം 1 സ്പൂൺ, ജീരകം 1 സ്പൂൺ, ബേസിൽ സീഡ് 1 സ്പൂൺ, ഏലക്ക 4 എണ്ണം, കുരുമുളക് 5, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ. മഞ്ഞൾപ്പൊടി അല്ല, മഞ്ഞൾ നമ്മൾ വീട്ടിലുണക്കിയ മഞ്ഞളുണ്ടെങ്കിൽ അത് ഒരു ചെറിയൊരു കഷ്ണം ഇട്ടാൽ മതി. പിന്നെ ചുക്ക് വീട്ടിലുണ്ടെങ്കിൽ ചുക്ക് 1 കഷ്ണം ചേർത്തോളൂ. ആ ചുക്ക് ഇവിടെ ഇല്ല, അത് ഞാൻ ചുക്ക് പൊടിയാണ് ചേർത്തത്. അത് 1/4 സ്പൂൺ. പിന്നെ വേണ്ടത് എള്ള്, കറുത്ത എള്ളാണ് നല്ലത്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയെടുക്കണം. ആ കറുത്ത എള്ള് 2 ടേബിൾ സ്പൂൺ വേണം. ഉലുവ 3 സ്പൂണും എള്ള് 2 സ്പൂണും വേണം. പിന്നെ ആശാളി നമ്മൾ മരുന്ന് കഞ്ഞിയിലൊക്കെ ചേർത്തില്ലേ, ആയാളി എന്നൊക്കെയാണ് അതിന് പറയപ്പെടുന്നത്. അത് 1 സ്പൂണ്. ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം ഉലുവയൊന്ന് നന്നായിട്ട്, ഉലുവയ്ക്കാണ് ഇച്ചിരി ചൂടായി അത് പിന്നെ ബ്രൗൺ കളറാകാൻ ഇച്ചിരി താമസം അതിനാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു ചുവപ്പ് കളറാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി അങ്ങോട്ട് ഓരോന്നോരോന്നായി ചേർക്കാം. അടുത്തത് നമ്മൾ ഏലക്കയും കുരുമുളകും കൂടെ അങ്ങിട്ട് കൊടുത്തു. ഒരു കാര്യം വിട്ടുപോയി, അതിൽ 2-3 ഗ്രാമ്പൂവും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് വിട്ടുപോയി പറയാൻ. അതിനുശേഷം ബാക്കിയുള്ള ഒരേപോലെ ചൂട് കൊണ്ട് നമുക്ക് ഫ്രൈ ആവുന്ന അതെല്ലാം നമ്മൾ ഒരുമിച്ചങ്ങിടാം. ആ പൊടി ഐറ്റംസ് ഒന്നും ഇടണ്ട, ബാക്കിയെല്ലാം ഒരുമിച്ചിട്ടിട്ട് നമുക്കത് ഒന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ എൻ്റെ അടുക്കൽ മഞ്ഞളും ചുക്കും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് പൊടിയാണ് ചേർക്കുന്നത്. അത് ഇത് ചൂടായതിന് ശേഷം ഇറക്കി വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് ലാസ്റ്റ് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് നമുക്കതിടാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ട്രൈ ആയി വരട്ടെ. ഇവിടെ ഒരാൾ രാവിലെ ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ആദ്യം ഇത് 1 ഗ്ലാസ് വെള്ളത്തിൽ 1/2 സ്പൂണോളം ഇട്ടിട്ട് കലക്കി കുടിക്കും. അത് കഴിഞ്ഞിട്ട് 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 മുറി ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് അതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അതും കുടിക്കും. ഇത്തിരി കയ്പ്പൊക്കെ ഉണ്ട് കേട്ടോ, ഷുഗർ ഉള്ളവർക്ക് ഇത്തിരി കയ്പ്പൊക്കെ ഉള്ളിൽ ചെല്ലണമല്ലോ. അപ്പം ഈ അയമോദകത്തിനും ഉലുവയ്ക്കുമൊക്കെ കയ്പ്പല്ലേ. നമ്മൾ സാധാരണ ഉലുവയൊക്കെ വെള്ളത്തിൽ കുതിർത്തിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ടല്ലേ ഷുഗർ പേഷ്യൻസിനായാലും പ്രഷറുള്ളവർക്കായാലും എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് നമ്മൾ അത് എടുത്താണ് കഴിക്കുന്നത്. അത് എല്ലാ ദിവസവും ചില ദിവസം മറന്നു പോയാൽ അത് കഴിക്കാൻ പറ്റില്ല. മിക്കവാറും ഇവിടെ അങ്ങനെ മറന്നു പോവുക. പിന്നീടാണ് ഞാൻ ഇത് ഒരു ആയുർവേദത്തിൻ്റെ ഒരു ബുക്കുണ്ട് എൻ്റെ കയ്യിൽ, അതിൽ കണ്ടത് പ്രകാരമാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിനത് നല്ല ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. കൂടുതൽ ഷുഗറൊന്നും ഇല്ല, ലേശവേ ഉള്ളൂ, അത് കൺട്രോളായിട്ട് പോകുന്നുണ്ട്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലടങ്ങിയിരിക്കുന്ന എല്ലാ സീഡ്സും നമ്മൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ഉള്ളതാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതെല്ലാം നല്ല ഒരു സുഗന്ധമാണ് വരുന്നത്. ഈ ഒരു മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഗന്ധം. ഇത് ചൂടാകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വരുമല്ലോ. ചൂടാകുമ്പോൾ അതിലുള്ള ഓയിൽ കണ്ടതിനെല്ലാം അത് വെളിയിലേക്ക് വരും. അന്നേരം അതിനൊരു പ്രത്യേക ഗന്ധമാണ്. നോക്ക്, നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് വെക്കരുത്. കുറേ സമയം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നിരത്തി വെക്കണം. നമുക്ക് ആ ചുക്കുപൊടിയൊക്കെ ഇനി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നേരത്തെ ഇട്ട് കൊടുത്തെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോയേനെ. ഇപ്പം ആ ചൂട് ജസ്റ്റ് ഒന്ന് ഇതായതിന് ശേഷം നമ്മൾ ആ ചുക്കുപൊടിയും മഞ്ഞൾപ്പൊടിയും, ഈ മഞ്ഞൾപ്പൊടിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഏട്ടൻ്റെ ഒരു സുഹൃത്ത് വീട്ടിൽ കൃഷി ചെയ്ത മഞ്ഞൾ അവർ അത് പൊടിച്ചിട്ട് ഏട്ടൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊടുത്തു വിട്ടതാണ്. അന്ന് തൊട്ട് ഇപ്പോൾ 1-2 വർഷം കൊണ്ട് യൂസ് ചെയ്യുന്നത്, യാതൊരു കുഴപ്പമില്ല. ഇത് നമ്മളിനി നന്നായിട്ട് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിത് നല്ല ഫൈനായിട്ട് ഇത് പൊടിച്ചെടുക്കണം. പിന്നെ കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഉപകാരപ്രദമായ വീഡിയോ കിട്ടുമ്പോൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ്.